ഷഫീദ് റാവത്ത് ചേരുന്നുണ്ട്. ഷഫീദ്, റോഡ് ഷോയ്ക്ക് തുടക്കമായിരിക്കുന്നു, വലിയ ആവേശമുണ്ട് അവിടെ. എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉറപ്പായിട്ടും കാര്യം വലിയ ആവേശം BJP പ്രവർത്തകർക്ക് പകർന്നു കൊടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഈ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. സ്വരാജ് ഗ്രൗണ്ടിലെ ജനറൽ ആശുപത്രിക്ക് സമീപത്ത് നിന്ന് റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. 900 മീറ്റർ ദൂരമാണ് റോഡ് ഷോ നടത്തുക. പ്രവർത്തകർ, റോഡിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന പ്രവർത്തകർ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം തൃശ്ശൂരോ പാലക്കാടോ എറണാകുളമോ മാത്രമല്ല, കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ എത്തിയ പ്രവർത്തകരുണ്ട്. അവർ മുദ്രാവാക്യം ഉയർത്തി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം ഉയർത്തുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് അവരൊരു ഷുവർ മണ്ഡലമായി ഇത്തവണ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഘടകങ്ങളെല്ലാം അനുകൂലമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയുടെ അപ്രതീക്ഷിത എൻട്രിയാണ്. അന്ന് അപ്രതീക്ഷിത എൻട്രി ഉണ്ടായെങ്കിലും അന്ന് പക്ഷേ പത്മജ വേണുഗോപാൽ എന്ന് പറയപ്പെടുന്ന ഫാക്ടർ കോൺഗ്രസിനോടൊപ്പമായിരുന്നു. പക്ഷേ അന്ന് ആ രീതിയിൽ BJPക്ക് അവിടെ പ്രതീക്ഷ പുലർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അന്ന് രണ്ടാം സ്ഥാനത്തെത്തിയിരുന്ന പത്മജ വേണുഗോപാൽ തന്നെയുണ്ട്. സുരേഷ് ഗോപി തന്നെയാണ് പത്മജ വേണുഗോപാലിന്റെ പേര് മുന്നോട്ട് വെച്ച് പത്മജ വേണുഗോപാലിനെ NDA കാൻഡിഡേറ്റാക്കി തൃശ്ശൂരിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമാണ് എല്ലാ ഫാക്ടേഴ്സും തങ്ങൾക്ക് തൃശ്ശൂരിൽ അനുകൂലമാണെന്നുള്ളൊരു പോസിറ്റീവ് തിങ് അത് BJPയെ സംബന്ധിച്ച് ഇപ്പോൾ തൃശ്ശൂരിലുണ്ട്. അതിൻ്റെ ഒരു അനുരണനം ഇപ്പോൾ ഈ റോഡ് ഷോയിലടക്കം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷേ ജില്ലയ്ക്കകത്ത് നിന്നും പുറത്തു നിന്ന് വരുന്ന 50,000-ത്തിലധികം ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഇപ്പോൾ പരിപാടി സംഘടിപ്പിക്കുമെന്നാണ് BJP ജില്ലാ നേതൃത്വം അറിയിച്ചത്. ആ രീതിയിൽ തന്നെ ആളുകളുടെ ഒരു പ്രസൻസ്, ഒരു സാന്നിധ്യം നമുക്ക് തൃശ്ശൂരിലെ സ്വരാജ് ഗ്രൗണ്ടിന് ചുറ്റും കാണാൻ സാധിക്കും. ഇപ്പോൾ വളരെ പതുക്കെ നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം കടന്നു വരികയാണ്. അവിടെ ഈ പ്രവർത്തകർ, ഒരു ഭാഗത്ത് നിൽക്കുന്ന പ്രവർത്തകർ നരേന്ദ്രമോദിയെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കളത്തിൽ നരേന്ദ്രമോദിയുടെ ആദ്യ എൻട്രി നേരത്തെ അദ്ദേഹം കൊച്ചിയിലും അതേപോലെ തന്നെ തിരുവനന്തപുരത്തും ഒക്കെ എത്തിയപ്പോൾ പൊതുയോഗങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനം എന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. CPM-നെയും അതേപോലെ കോൺഗ്രസിനെയും അവർ കേരളത്തിൽ തുടർന്നു വരുന്ന ഇടത് വലത് ഭരണങ്ങളെയും ഒക്കെ കാര്യമായ രീതിയിൽ അദ്ദേഹം വിമർശിക്കുന്നത് നമ്മൾ കേട്ടതാണ്. മാത്രമല്ല ഇപ്പോൾ പാലക്കാട് അല്പസമയം മുൻപ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പോലും രാഷ്ട്രീയ വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത്. ഡീൽ ആരോപണം, അതേപോലെ തന്നെ വികസന മുരടിപ്പ്, കേന്ദ്ര സർക്കാർ പലത് കൊടുത്തിട്ടും സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഒന്നും ചെയ്തില്ലെന്ന കുറ്റപ്പെടുത്തലടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുൻപിലേക്ക് ചർച്ചയാക്കി കൊണ്ടുവരാനാണ് BJPയുടെ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ അദ്ദേഹത്തിന്റെ പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ പാലക്കാട് അദ്ദേഹം ഉയർത്തിയത്. അതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ സൂക്ഷ്മമായി ചെറിയ രാഷ്ട്രീയ വിഷയങ്ങൾ പോലും പാലക്കാട് മണ്ഡലത്തിന്റെ പ്രത്യേകത അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം ഉയർത്തുന്നത് നമ്മൾ കണ്ടു. അതേസമയം ശോഭാ സുരേന്ദ്രൻ അധികാരത്തിലെത്തിയാൽ അത് മോദി ഗ്യാരണ്ടി എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുമെന്നും കേരളത്തിൽ ഒരു പക്ഷേ വലിയ ശക്തിയായി BJP മാറും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രവർത്തകർക്ക് ആവേശം പകരുന്നത് നമ്മൾ കണ്ടു. ആ ആവേശം തന്നെ തൃശ്ശൂരിലും ഇപ്പോൾ സ്വരാജ് ഗ്രൗണ്ടിലും അദ്ദേഹം ഉയർത്തുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥികളായിട്ടുള്ള പലരും അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹത്തിനൊപ്പമുണ്ട്. അതായത് പത്മജ വേണുഗോപാൽ അടക്കമുള്ള ആളുകളുണ്ട്. പത്മജ വേണുഗോപാൽ ഇന്ന് രാവിലെയും നമ്മളോട് സംസാരിക്കുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞത് നരേന്ദ്രമോദി തൃശ്ശൂരിൽ നടത്തുന്ന റോഡ് ഷോയോടുകൂടി തൃശ്ശൂർ BJPക്ക് ഉറപ്പായി എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ആവേശം അവർക്കുണ്ട്. അതിന് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ഒരു ടിക്കറ്റ് അത് നൽകി, അത് വോട്ടിംഗിൽ തൃശ്ശൂർ നൽകി എന്നുള്ളത് വലിയ ആത്മവിശ്വാസമായി BJP പ്രകടിപ്പിക്കുന്നുണ്ട്. BJP അതിനെ ആ രീതിയിൽ തന്നെ കാണുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ മന്ദത കഴിഞ്ഞ തവണ BJPക്ക് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 ഡിവിഷനെ പിടിക്കാൻ ആയുള്ളൂവെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കഴിഞ്ഞ തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പരിധിയിലെ 35 ഡിവിഷനുകൾ അത് സുരേഷ് ഗോപി മേൽക്കൈ നേടി എന്നുള്ളത് തൃശ്ശൂരിനെ സംബന്ധിച്ച ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലും ഇവിടുത്തെ പ്രവർത്തകർക്കും BJP നേതൃത്വത്തിനും ആവേശമാണ്. അതിനൊപ്പമാണ് പത്മജ വേണുഗോപാൽ എന്ന് പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫേസിനെ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് തൃശ്ശൂരിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ആവേശം ചെറുതല്ല. ആവേശം തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ആദ്യ റോഡ് ഷോ. അത് കേരളത്തിൽ തൃശ്ശൂരാകാനും ആ തൃശ്ശൂരിൽ ജനങ്ങളെയും പ്രവർത്തകരെയും ഒക്കെ ഇളക്കി മറിച്ചുകൊണ്ട് റോഡ് ഷോ ഇതിനെ മാറ്റാനും കഴിഞ്ഞത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഏതാണ്ട് പകുതിയോളം ദൂരം പിന്നിട്ടിരിക്കുന്നു റോഡ് ഷോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജനറൽ ആശുപത്രി പരിസരത്ത് നിന്നാണ് ഈ റോഡ് ഷോ ആരംഭിച്ചത്. അതിപ്പോൾ ഏതാണ്ട് മുനിസിപ്പൽ റോഡൊക്കെ പാസ് ചെയ്ത് മണികണ്ഠനാൽ ഭാഗത്തേക്ക് വരികയാണ്. വിനി ജംഗ്ഷനിലാണ് ഈ റോഡ് ഷോ സമാപിക്കുന്നത്. അവിടെയാകും NDA സ്ഥാനാർത്ഥികളുമായ ഒരു ഹ്രസ്വനേരം, ഒരു ചെറിയ മണിക്കൂർ അല്ലെങ്കിൽ ചെറിയ സമയം നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുക. അപ്പോൾ സംസ്ഥാനത്തെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളും അതേപോലെ തന്നെ ജില്ലയിലെ നേതാക്കളും അതിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നരേന്ദ്രമോദി പ്രവർത്തകരെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വരാജ് ഗ്രൗണ്ടിലൂടെ കടന്നു വരികയാണ്. റോഡ് ഷോ ഒരുപക്ഷേ കേരളത്തിൽ BJPയെ സംബന്ധിച്ച് ഇത്തവണ പലതരത്തിലുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് കേവലം നേമം വട്ടിയൂർക്കാവ് മാത്രമല്ല, നേമം വട്ടിയൂർക്കാവ് മഞ്ചേശ്വരം, അതിനപ്പുറത്തേക്ക് കഴക്കൂട്ടം അതടക്കമുള്ള പല സ്ഥലങ്ങളിലും ഒന്നാമതെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. തൃശ്ശൂരും പാലക്കാടും കൈപ്പിടിയിൽ ഒതുക്കാം, താമരക്കുള്ളിലാക്കാം എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. മാത്രവുമല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ചില മണ്ഡലങ്ങളിൽ
മണ്ഡലങ്ങളിൽ, അത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ചില മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഒരു അപ്രതീക്ഷിത എൻട്രി ഒക്കെ നടത്താമെന്നൊക്കെയുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, വളരെ ആവേശത്തിലാണ് BJP പ്രവർത്തകർ തൃശ്ശൂർ സ്വരാജ് ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് കടന്നു പോകുന്ന ദൃശ്യങ്ങൾ അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കനത്ത സുരക്ഷ അത് SPGയും കേരള പോലീസും ഒരുക്കിയിട്ടുണ്ട്. ആ വാഹന വ്യൂഹത്തിന്റെ അടുത്തേക്ക് ആർക്കും എത്താൻ കഴിയില്ല. ഇതാ മോദി 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 എന്നുള്ള മുദ്രാവാക്യം പ്രവർത്തകർ ഉയർത്തുന്നത് നമുക്ക് കേൾക്കാം. ആ രീതിയിൽ മോദിയെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് തങ്ങളുടെ ആവേശം BJP പ്രവർത്തകർ പ്രകടിപ്പിക്കുന്നതും ഇവിടെ വ്യക്തമാണ്. തൃശ്ശൂർ ആ രീതിയിൽ BJPയുടെ വലിയ ആത്മവിശ്വാസമായി, BJPയുടെ കരുത്തായി മാറുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.